ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 2 വീലറാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വീലിൽ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതൊരു ഗൈറോസ്കോപ്പ് 2 വീലറാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലിട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു പഴയ സ്കെയിൽ വേണം. ഇനി നമുക്ക് 2 സെർവോ മോട്ടർ കൂടെ വേണം. ഇനിയിപ്പോൾ നമുക്ക് ആ സെർവോ മോട്ടർ സ്കെയിലിൻ്റെ 2 അറ്റത്തോട്ടും ഗ്ലൂ തേച്ച് ഒട്ടിച്ച് വെക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ 2 സെർവോ മോട്ടറും സ്കെയിലിൻ്റെ 2 അറ്റത്തായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പഴയ റിമോട്ട് കൺട്രോൾ കാറിൻ്റെ ഒരു റിസീവറാണ് ഊരിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്കെയിലിൻ്റെ ഒരു അറ്റത്തായിട്ട് ഇതുപോലെ റിസീവർ പിടിപ്പിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു സെലോ ടേപ്പും കൂടെ റിസീവറിൻ്റെ മുകളിലായിട്ട് ഒരു ബലത്തിന് വേണ്ടി ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് സെർവോ മോട്ടറിൻ്റെ വൈറ്റ് വയർ റിസീവറിൻ്റെ വൈറ്റ് വയറിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ പച്ച കളറിലെ വയറും ഈ സെർവോ മോട്ടറിൻ്റെ വൈറ്റ് കളറിലെ വയറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ സെർവോ മോട്ടറിൻ്റെ റെഡ് വയർ നമുക്ക് റിസീവറിൻ്റെ ബ്ലൂ വയറിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സെർവോ മോട്ടറിൻ്റെ യെല്ലോ കളറിലെ വയർ റിസീവറിൻ്റെ വൈറ്റ് കളറിലെ വയറിലോട്ട് കണക്ട് ചെയ്ത് പിടിപ്പിക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റിസീവറും സെർവോ മോട്ടറുമായിട്ടുള്ള വയറൊക്കെ കണക്ട് ചെയ്ത് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെലോ ടേപ്പിന് ഒട്ടിച്ച് കൊടുക്കണം. നമുക്കിനി ഇതുപോലൊരു 3.7 വോൾട്ട് വരുന്നൊരു ബാറ്ററി വേണം. ഇനി നമുക്ക് ബാറ്ററി സ്കെയിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് സെലോ ടേപ്പിന് ഒട്ടിച്ച് കൊടുക്കണം. ഇനി നമുക്ക് റിസീവറിൻ്റെ പവർ സപ്ലൈയുടെ നെഗറ്റീവ് വയറിലോട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് വയർ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഓണും ഓഫും ചെയ്യാനൊരു സ്വിച്ച് കൂടെ ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് വയർ സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു വയറിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ റിസീവറിൻ്റെ പോസിറ്റീവ് വയർ സ്വിച്ചിൻ്റെ അടുത്ത വയറിലോട്ടും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്കെയിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് സ്വിച്ച് ഒട്ടിച്ച് വെക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ 2 വീലുകൾ കൂടെ വേണം. അതിനുശേഷം നമുക്ക് സെർവോ മോട്ടറിൻ്റെ ഷാഫ്റ്റിലോട്ട് നമ്മുടെ വീല് ഇതുപോലെ കയറ്റിയിട്ട് ഉറപ്പിച്ച് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗൈറോസ്കോപ്പിക് റോബോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ വർക്ക് ചെയ്യാമെന്ന് നോക്കുവാണ്. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യണം. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ വീഡിയോസൊക്കെ കയറി കാണുമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.